Friends, welcome to physics class. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നമ്മുടെ +1 ഫിസിക്സിലെ യൂണിറ്റ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററിലെ എറേഴ്സ് എന്നുള്ള പോർഷനാണ്. എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നമ്മുടെ പ്രാക്ടിക്കലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേമാണ് ആൻഡ് പ്രാക്ടിക്കലായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളുമാണ്. എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാക്ടിക്കൽ ചെയ്യാന്ന് വിചാരിക്കുക, നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാന്ന് വയ്ക്കുക. അപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും അല്ലേ. അപ്പോൾ എപ്പോഴും ആ റിസൾട്ട് ശരിക്കുള്ള റിസൾട്ടായിട്ട്, ഇപ്പോൾ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള റിസൾട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ചെയ്തതൊക്കെ ശരിയാണെന്ന് പറയാം. പക്ഷെ എപ്പോഴും എന്ത് സംഭവിക്കും, അതിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം അല്ലേ. ആ മാറ്റങ്ങളാണ് കൂടുതലായിട്ട് എററുകളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ എറർ ഓഫ് എൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ആക്ച്വൽ വാല്യൂ. ഒരു എക്സ്പെരിമെന്റിന്റെ ആക്ച്വൽ വാല്യൂവും അതേപോലെ മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ എക്സ്പെരിമെന്റിന്റെ എറർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ഓഫ് ദാറ്റ് എക്സ്പെരിമെന്റ് ആൻഡ് മെഷേർഡ് വാല്യൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ഓഫ് ദി എക്സ്പെരിമെന്റ് ദി മെഷേർഡ് വാല്യൂ. ഇതിനാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള എററുകളുണ്ട്. പേഴ്സണൽ എററുകളുണ്ട്, ഇൻസ്ട്രുമെന്റൽ എററുകളുണ്ട്, ക്ലൈമറ്റ്, അതൊക്കെ ഒരു എക്സ്പെരിമെന്റ് ബാധിക്കുന്ന കാര്യങ്ങളാണ്. എങ്കിലും ആ തരത്തിലുള്ള എറേഴ്സുകൾക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. നമ്മളിവിടെ ഫുള്ളും എററുകൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിസൾട്ടിൽ അതിൻ്റെ എററുകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എടുക്കാം. ഒരു മേശയുടെ നീളം അളക്കാന്ന് വിചാരിക്കാം. ആ മേശയുടെ നീളം നമ്മൾക്ക് പല രീതിയിൽ അളക്കാം അല്ലേ. അപ്പം നമ്മൾ ഒരു തവണയല്ല, നമുക്ക് പല തവണ നമുക്ക് ആ മേശയുടെ നീളം അളക്കാം. അപ്പോൾ ആ നീളം അളത്തിട്ടുള്ള ഓരോ വാല്യൂകളാണ് നീ A1, A2, A3 അങ്ങനെ എടുക്കുന്ന വിചാരിക്കുക. ഓരോ തവണ നമ്മൾ എടുക്കുന്ന അളവുകൾ, ഓരോ തവണ എടുക്കുന്ന മെഷർമെന്റ്സുകളാണ് A1, A2, A3 എന്നുള്ളത്. അങ്ങനെ നമുക്ക് AN വാല്യൂസ് വരെ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള അത്ര വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് മെഷേർഡ് വാല്യൂ നമുക്ക് കണ്ടെത്തണം. മെഷേർഡ് വാല്യൂ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ എ മീൻ കണ്ടെത്തുക. എ മീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും മീൻ വാല്യൂ കണ്ടെത്തുക. A1 + A2 + A3 + എക്സെട്ര + AN വരെ ഡിവൈഡഡ് ബൈ n. അപ്പോൾ എത്രത്തോളം തവണ നമ്മൾ ആ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ ആ നമ്പറാണ് n ആയിട്ട് വന്നിട്ടുള്ളത്. ഓരോ തവണ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തപ്പോഴുള്ള വാല്യൂകളാണ് A1, A2, A3 ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു മീൻ വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മീൻ വാല്യൂ ആണ് നമ്മൾ മെഷേർഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് മെഷേർഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നത് എന്താണ്, മീൻ വാല്യൂ ഓഫ് ദാറ്റ് എക്സ്പെരിമെന്റ്. അപ്പം നമ്മൾ ഇവിടെ മീൻ വാല്യൂ പറയാൻ കാരണം എന്താണ്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി എറർ അല്ലേ. ആ എക്സ്പെരിമെന്റിലെ എറർ എന്താണ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ആ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് ഇത് മീൻ വാല്യൂ കണ്ടെത്തുക. മീൻ വാല്യൂ പറഞ്ഞാൽ മെഷേർഡ് വാല്യൂ തന്നെ, അത് കണ്ടെത്തുന്ന വിധം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആബ്സലൂട്ട് എറേഴ്സിനെ കുറിച്ചിട്ടാണ്. ആബ്സലൂട്ട് എറേഴ്സ് ഓഫ് എൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെരിമെന്റിലെ ട്രൂ വാല്യൂ, മെഷേർഡ് വാല്യൂ, എന്തായാലും ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഒരു ട്രൂ വാല്യൂ ഉണ്ടായിരിക്കും, മെഷേർഡ് വാല്യൂസും ഉണ്ടായിരിക്കും. ആ രണ്ട് വാല്യൂസുകളുടെ മാഗ്നിറ്റ്യൂഡുകൾ തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആബ്സലൂട്ട് എറേഴ്സ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ ജനറലി സേസ് ദാറ്റ് ആബ്സലൂട്ട് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ആബ്സലൂട്ട് എറർ, ഓക്കെ, എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. It is a magnitude of difference between true value and measured value. ഇതിനാണ് എന്ത് പറയുന്നത്, ആബ്സലൂട്ട് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ആബ്സലൂട്ട് എറർ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ ഒരു ജനറൽ ആയിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ വാല്യൂ ഉണ്ടാവണമെന്നില്ല, ഉണ്ടാവണമെങ്കിൽ നമുക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ എക്സ്പെരിമെന്റിൽ എടുത്തിട്ടുള്ള ഒബ്സർവേഷൻസിന്റെ എല്ലാത്തിൻ്റെ മീൻ വാല്യൂ കണ്ടെത്തും. ആ മീൻ വാല്യൂ ആയിരിക്കും എന്താ, ട്രൂ വാല്യൂ ആയിട്ട് എടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുകയാണ്. ഇപ്പോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഒരു ബെഞ്ചിൻ്റെ നീളം അളക്കുകയാണെന്ന് വിചാരിക്കുക. ആ ബെഞ്ചിൻ്റെ നീളം നമുക്ക് പല തവണകളായിട്ട് നമുക്ക് അളക്കാം അല്ലേ. ഓരോ ടൈമും നമുക്കത് അളന്ന് നോക്കാം.
അപ്പോൾ ഓരോ ടൈമും അളക്കുന്നതാണ് നമ്മുടെ ഒബ്സർവേഷൻസ്. അളന്നെടുക്കുന്ന വാല്യൂസുകളാണ് നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂസ്. ആ വാല്യൂകളാണ് ഞാനിവിടെ എഴുതുന്നത്. A1, A2, A3, A4 അങ്ങനെ 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 AN വരെ, N വാല്യൂ വരെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇതൊക്കെ ഓരോ മെഷേർഡ് വാല്യൂസുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ട്രൂ വാല്യൂ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെല്ലാം പാടെ കൂട്ടുക, എല്ലാ വാല്യൂസും തമ്മിൽ കൂട്ടുക ആൻഡ് ഡിവൈഡഡ് ബൈ n. എത്ര ഒബ്സർവേഷൻ നമ്മൾ എടുത്തിട്ടുണ്ടോ അത്ര ഒബ്സർവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് മീൻ വാല്യൂ കണ്ടെത്തുക. വി ആർ ആക്ച്വലി ഫൈൻഡിങ് ഔട്ട് ദി മീൻ വാല്യൂ. ഓക്കെ, അപ്പോൾ മീൻ വാല്യൂ ഓഫ് ദാറ്റ് എക്സ്പെരിമെൻറ്റ് ഈ സ്റ്റാൻഡ് ഫോർ ദി ട്രൂ വാല്യൂ. എക്സ്പെരിമെൻറ്റിൻ്റെ മീൻ വാല്യൂ ആയിരിക്കും ട്രൂ വാല്യൂ ആയിട്ട് എടുക്കുക. പല പ്രാവശ്യം അല്ലെങ്കിൽ നമ്മളിങ്ങനെയാണ് പൊതുവായിട്ട് എടുക്കുക. ട്രൂ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയണമെങ്കിൽ കുഴപ്പമില്ല, അറിയില്ലെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഇങ്ങനെ തന്നെ എടുക്കുക. ഇനി മെഷേർഡ് വാല്യൂസ് ആണ്. മെഷേർഡ് വാല്യൂസ് അറിയാലോ, നമ്മൾ ഈ മെഷർ ചെയ്തിട്ടുള്ള ഈ വാല്യൂസുകളൊക്കെ തന്നെയാണ് മെഷേർഡ് വാല്യൂസ് ആയിട്ട് വരിക. ഇനി അത് ആബ്സലൂട്ട് എററിൽ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ആബ്സലൂട്ട് എററിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡെൽറ്റ പറഞ്ഞ ടേം വെച്ചിട്ടാണ് കേട്ടോ. ഡെൽറ്റ A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒബ്സർവേഷൻ, ഫസ്റ്റത്തെ നമ്മൾ എടുത്തിട്ടുള്ള ഒബ്സർവേഷൻ്റെ ആബ്സലൂട്ട് എറർ. അപ്പോൾ ആബ്സലൂട്ട് എറർ ഈസ് ഈക്വൽ ടു A മീൻ ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ A1. ഓക്കെ, ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ഇനി അടുത്തത് നമ്മൾ രണ്ടാമതും എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂവിൻ്റെ എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ A2 ഈക്വൽ ടു A മീൻ മൈനസ് A2. ഓക്കെ, ഇനി മൂന്നാമത്തെ വാല്യൂവിൻ്റെ അബ്സല്യൂട്ട് എറർ കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? യെസ്, എന്ത് ചെയ്യും? ഓൾറെഡി A മീൻ നിങ്ങൾക്ക് അറിയാം, മീൻ വാല്യൂ മൈനസ് ഏത് ടേമാണോ തന്നിട്ടുള്ളത് അത് മൈനസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പോയിട്ട് ഡെൽറ്റ AN വരെ വരും, nth ടേം വരെ വരും. നമ്മൾ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആബ്സലൂട്ട് എറേഴ്സുകൾ എടുക്കാൻ പറ്റും, n കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഒബ്സർവേഷനിലുള്ള ആബ്സലൂട്ട് എറേഴ്സുകൾ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെ ഈ ഓരോ എററുകളും തമ്മിൽ അങ്ങോട്ട് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മൾ ഫൈനൽ റിസൾട്ടിനെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കാം. ഫൈനൽ റിസൾട്ടിലെ ആബ്സലൂട്ട് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആബ്സലൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ A എന്ന് പറയുന്നത് ഓരോ ആബ്സലൂട്ട് എററുകളും സം ചെയ്യുക ഡിവൈഡഡ് ബൈ n ചെയ്യുക. ഓക്കെ, ഓരോ ആബ്സലൂട്ട് എററുകളെ സം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലൊരു പ്രത്യേകതകളുണ്ട്. നമ്മൾ ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നുള്ളൂ. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് വര ഇങ്ങനെ വരയ്ക്കുക. ഇതിൻ്റെ അർത്ഥം എന്താ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുള്ളൂ. അപ്പം നമ്മൾ ഒരു ഒബ്സർവേഷൻ ചെയ്തു. ആ ഒബ്സർവേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 50 ആണെന്ന് വിചാരിക്കുക. 50 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 50 തന്നെ ആബ്സലൂട്ട് എറർ ആയിട്ട് എടുക്കും. ഓക്കെ, ഇനി നമുക്ക് -50 ആണ് കിട്ടുന്നത് വിചാരിക്കാം. -50 ആണ് കിട്ടുന്നതെങ്കിൽ ആബ്സലൂട്ട് എറർ എത്ര ആയിട്ട് എടുക്കും? 50 തന്നെ എടുത്താൽ മതി. അതാണ് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓൺലി. മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ ആബ്സലൂട്ട് എററിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആബ്സലൂട്ട് എറർ നമ്മുടെ ഫൈനൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഫൈനൽ ആബ്സലൂട്ട് എറർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടെത്തുന്നത്. ഡെൽറ്റ ഓഫ് A1 പ്ലസ് ഡെൽറ്റ ഓഫ് A2 പ്ലസ് ഡെൽറ്റ ഓഫ് A3 അങ്ങനെ കൂട്ടിയിട്ട് ഡെൽറ്റ ഓഫ് AN ആൻഡ് ഓൾ ഡിവൈഡഡ് ബൈ n. ഓക്കെ, അപ്പോൾ ഓരോ ആബ്സലൂട്ട് എററുകളും തമ്മിൽ കൂട്ടി ദെൻ ഡിവൈഡ് എത്രത്തോളം ഒബ്സർവേഷൻസ് ഉണ്ടോ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്പെരിമെൻറ്റിൻ്റെ ആബ്സലൂട്ട് എറർ കിട്ടും. ഓക്കെ, നമുക്ക് എക്സ്പെരിമെൻറ്റിൻ്റെ ആബ്സലൂട്ട് എററുകൾ കിട്ടും. അപ്പോൾ അറിഞ്ഞിരിക്കുക നമ്മൾ എങ്ങനെയാണ് ആബ്സലൂട്ട് എറർ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം. ആബ്സലൂട്ട് എറർ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഒബ്സർവേഷൻസ് വേണം. ഒബ്സർവേഷൻസ് മാത്രം കിട്ടിയാൽ മതിയോ? അല്ല, നമുക്ക് എന്തൊക്കെ വേണം? ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ കിട്ടണം. ട്രൂ വാല്യൂ എങ്ങനെ കണ്ടെത്തും? നമുക്ക് കിട്ടിയുള്ള ഒബ്സർവേഷൻസിൻ്റെ ഒക്കെ മീൻ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ അത് തന്നെയാണ് ട്രൂ വാല്യൂ. ഓക്കെ, ദെൻ ട്രൂ വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രൂ വാല്യൂവിൽ നിന്ന് ഓരോ ഒബ്സർവേഷൻസും നമ്മൾ കുറയ്ക്കുക. അതാണ് എന്ത് കിട്ടുന്നത്? ആബ്സലൂട്ട് എറർ അല്ലേ? ആബ്സലൂട്ട് എറർ അത് ഓരോ ഒബ്സർവേഷൻ കറസ്പോണ്ടിങ് ഓരോ ഒബ്സർവേഷൻ ആയിരിക്കും. നമുക്ക് മെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ടിലേക്കാണ് എത്തേണ്ടത്. റിസൾട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ആബ്സലൂട്ട് എറർ അല്ലെങ്കിൽ മീൻ ആബ്സലൂട്ട് എറർ ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനാണ് അക്യൂറസി കൂടുതൽ.
അപ്പോൾ ആ മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഓരോ ആബ്സല്യൂട്ട് എററുകളുടെ സമ്മ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേക്കൺ, അല്ലെങ്കിൽ അത് ടോട്ടൽ എത്ര നമ്പറിൽ എത്ര തവണ നമ്മൾ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നമ്പർ. ഓക്കെ, അപ്പോൾ ഇതാണ് ആബ്സല്യൂട്ട് എറർ. കാര്യം വളരെ സിമ്പിൾ ആണ്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആബ്സല്യൂട്ട് എററുകൾ നമ്മൾ എങ്ങനെയാണ് സിംഗിൾ ആയിട്ട് നൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെയാണ്: എ മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ. എ മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ ആയിട്ടാണ് നമ്മൾ ആബ്സല്യൂട്ട് എററുകളെ റെപ്രസെന്റ് ചെയ്യുക. ഇനി ഈ എററുകൾക്ക് തന്നെ വരുന്ന വേറൊരു ഭാഗമാണ് റിലേറ്റീവ് എറർ, അതേപോലെ പെർസെൻറ്റേജ് ഓഫ് എറർ. അപ്പോൾ റിലേറ്റീവ് എററും പെർസെൻറ്റേജ് ഓഫ് എററും ഈസിയാണ്. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ അവർ മീൻ വാല്യൂ ഇൻറ്റു 100. ഓക്കെ, ഇതാണ് റിലേറ്റീവ് എറർ. ഡെൽറ്റ എ ബൈ എ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റിലേറ്റീവ് എറർ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊരു 100 കൂടി ഗുണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി മാറി? പെർസെൻറ്റേജ് ഓഫ് എറർ ആയിട്ട് മാറി. പ്രാക്ടിക്കലായിട്ട് വശത്തിലേക്ക് കടക്കാം. ഇവിടെ ബോർഡിൽ നമുക്ക് കുറച്ച് റീഡിങ്സ് തന്നിട്ടുണ്ട്. ഇത് സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു വയറിന്റെ ഡയമീറ്റർ കണ്ടെത്തിയതാണ്. ഓക്കെ, സ്ക്രൂ ഗേജ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ ലെവൽ വരുമ്പോൾ മനസ്സിലാക്കും. അപ്പോൾ തൽക്കാലം അറിയാം, നമ്മളൊരു വയറിന്റെ ഡയമീറ്റർ കണ്ടെത്തിയിട്ടുള്ള അതിന്റെ ഒബ്സർവേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നത് എന്താണ്? ഓരോ ഒബ്സർവേഷൻസ് ആണ്, ഓരോ ഡയമീറ്ററുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളത് ചോദിച്ചത് ആബ്സല്യൂട്ട് എറർ, ഈ ഒരു എക്സ്പെരിമെന്റ് ആബ്സല്യൂട്ട് എറർ എന്താണ്, റിലേറ്റീവ് എറർ എന്താണെന്നുള്ള കാര്യമാണ്. ഓക്കെ, നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, എ മീൻ മൈനസ് ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ ആണ് ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? ട്രൂ വാല്യൂ കണ്ടെത്തണം. ട്രൂ വാല്യൂ അല്ലെങ്കിൽ എ മീൻ കണ്ടെത്തണം. എ മീൻ കണ്ടെത്താൻ എങ്ങനെയാണ്? A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN ഓൾ ഡിവൈഡഡ് ബൈ N ആണ് എ മീൻ വാല്യൂ അല്ലേ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓരോ ഒബ്സർവേഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. A1 എത്രയാണ്? A1 എന്ന് പറഞ്ഞത് 1.11 മില്ലിമീറ്റർ ആണ്. A2 എന്ന് പറയുന്നത് 1.14 മില്ലിമീറ്റർ ആണ്. ദെൻ A3 എന്ന് പറയുന്നത് 1.09 മില്ലിമീറ്റർ ആണ്. ദെൻ A4 എന്ന് പറയുന്നത് 1.15 മില്ലിമീറ്റർ ആണ്. ദെൻ A5 എന്ന് പറയുന്നത് 1.16 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 ഒബ്സർവേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ആ എക്സ്പെരിമെന്റ് 5 തവണ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു എക്സ്പെരിമെന്റ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മളുടെ വാല്യൂ അക്യുറേറ്റ് ആയിട്ട് വരും, എറേഴ്സുകൾ കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പം നമുക്കിത് എ മീൻ എങ്ങനെ കണ്ടെത്താം, ട്രൂ വാല്യൂ എങ്ങനെ കണ്ടെത്താൻ നോക്കാം. എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 1.11 പ്ലസ് 1.14 പ്ലസ് 1.09 പ്ലസ് 1.15 പ്ലസ് 1.16 ഹോൾ ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതങ്ങ് ചെയ്യുക. എല്ലാം പാടെ കൂട്ടുക, 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എന്താണ് ഉത്തരം കിട്ടുക എന്ന് പറയാം. ഇതെല്ലാം പാടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 1.13 മില്ലിമീറ്റർ ആയിരിക്കും അല്ലേ? 1.13 മില്ലിമീറ്റർ ആണ് എ മീൻ ആയിട്ട് കിട്ടിയതുള്ളത്. ഇനി നമുക്ക് ആബ്സല്യൂട്ട് എറേഴ്സുകൾ കണ്ടെത്തിക്കൂടെ? തീർച്ചയായും കണ്ടെത്താം. ആദ്യം നമ്മൾ കണ്ടെത്തത് A1 ആണ്. ആദ്യത്തെ ഒബ്സർവേഷൻ്റെ ആബ്സല്യൂട്ട് എറർ എങ്ങനെ കണ്ടെത്തും? ഫോർമുല ഒപ്പം എഴുതി പോവാ കേട്ടോ. എ മീൻ മൈനസ് A1 അതാണ് ആദ്യത്തെ ആബ്സല്യൂട്ട് എറർ. എ മീൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 1.13 മൈനസ് A1 എത്രയാണ്? 2 വാല്യൂ 1.11. ഓക്കെ, സിമ്പിൾ അല്ലേ? 1.13 1.11 കുറച്ച് കഴിഞ്ഞാൽ വാല്യൂ എത്ര കിട്ടുക? 0.02. ഓക്കെ, 0.02 ആണ് കിട്ടുക. ദെൻ A2 ഡെൽറ്റ A2 കണ്ടെത്തുക. ഡെൽറ്റ A2 എങ്ങനെ കണ്ടെത്തും? 1.13 മൈനസ് 1.14. ഓക്കെ, 1.13 മൈനസ് 1.14 ആണ്. ഇത് ചെയ്യുമ്പോൾ എന്താ നമുക്ക് വാല്യൂ കിട്ടുക? മൈനസ് കിട്ടുക അല്ലേ? മൈനസ് ഓഫ് 0.01 ആണ് കിട്ടുക. പക്ഷേ നമ്മൾ ആബ്സല്യൂട്ട് എറേഴ്സിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നത്. സോ നമ്മൾ എന്താണ് നമ്മുടെ വാല്യൂ എടുക്കുക? 0.01 പോസിറ്റീവ് വാല്യൂസ് മാത്രം എടുത്താൽ മതി. 0.01 കിട്ടും. ഇനി അടുത്തത് A3 ആണ്. ഡെൽറ്റ A3. ഡെൽറ്റ A3 എങ്ങനെ കണ്ടെത്തും? 1.15 മൈനസ്
1.13 minus 1.15. ഓക്കെ, എഗെയിൻ അവിടെ നെഗറ്റീവ് വാല്യൂ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ, -1.15 ആണ്. എങ്കിലും നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇവിടെ എത്ര ഉത്തരം കിട്ടുക? 0.02. ഓക്കെ, ദെൻ ഡെൽറ്റ A4 എത്രയാണ്? ഇവിടെ 1 2 3. ഓക്കെ, 4 ഞാൻ ഇതായിട്ട് എടുക്കാം കേട്ടോ. 1.01 1.09 മൈനസ് 1.13 മൈനസ് 1.09 അല്ലേ. ഇതിനെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.04 കിട്ടും അല്ലേ. ഇനി അടുത്തത് അഞ്ചാമത്തെ വാല്യൂ ഞാനിപ്പോൾ എവിടെ എഴുതും? ഇവിടെ എഴുതാം. ഡെൽറ്റ A5 എന്ന് പറഞ്ഞാൽ 1.13, ഇതാണ് നമ്മുടെ എ മീൻ, മൈനസ് അഞ്ചാമത്തെ വാല്യൂ 1.16. 1.13 മൈനസ് 1.16 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? എത്ര കിട്ടും? 0.03 അല്ലേ. 0.03. ഓർക്കുക, നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ഒബ്സർവേഷൻ്റെയും ആബ്സലൂട്ട് എററിലാണ്. നമുക്ക് കറക്റ്റ് ആബ്സലൂട്ട് എറർ കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ എന്ത് കണ്ടെത്തണം? മീൻ വാല്യൂ കണ്ടെത്തണം അല്ലേ. മീൻ വാല്യൂ കണ്ടെത്തണം. അതാണ് ആബ്സലൂട്ട് എറേഴ്സ് ഓഫ് ഈച്ച് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഡെൽറ്റ എ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമുല എഴുതിയേക്കുക. ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ A2 പ്ലസ് ഡെൽറ്റ A3 പ്ലസ് ഡെൽറ്റ A4 പ്ലസ് ഡെൽറ്റ A5 ഓൾ ഡിവൈഡഡ് ബൈ 5. എന്ന് പറഞ്ഞത് 5 ആണ്. 5 ഒബ്സർവേഷൻ നമ്മൾ ചെയ്തു. അപ്പോൾ ഇത്രയും ചെയ്യുന്നിട്ട് നമ്മൾ ഈ വാല്യൂസുകൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസുകളെല്ലാം കൊടുക്കുക. എന്തൊക്കെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്? 0.02 കിട്ടിയിട്ടുണ്ട്, പ്ലസ് ദെൻ 0.01 കിട്ടിയിട്ടുണ്ട്, പ്ലസ് 0.02 അഗെയിൻ കിട്ടിയിട്ടുണ്ട്, ദെൻ 0.04 കിട്ടിയിട്ടുണ്ട്, 0.03 കിട്ടിയിട്ടുണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ 5. ഇതെല്ലാം പാടെ കൂട്ടുക, 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ അതെല്ലാം പാടെ കൂട്ടിയിട്ട് 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു വാല്യൂ കിട്ടുക. 0.012/5 കിട്ടും. ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുക? 0.0 12 എത്ര പോകും? 2 വരും അല്ലേ. 5 10, പിന്നെ 10 വരിക 2. അപ്പോൾ 0.022 ഇതാണ് നമ്മളുടെ എന്ത്? A mean absolute error of that experiment എന്ന് പറയുന്നത്.